നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. മുൻ കെപിസിസി പ്രസിഡന്റ് തെന്നല ബാലകൃഷ്ണപിള്ളയുടെ നിര്യാണത്തിൽ കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ് എംഎൽഎ അനുശോചനം അറിയിച്ചു. വിനയത്തിന്റെയും ലാളിത്യത്തിന്റെയും ആദർശ നിഷ്ഠതയുടെയും പര്യായമായിരുന്നു അന്തരിച്ച തെന്നല ബാലകൃഷ്ണപിള്ളയെന്ന് അദ്ദേഹം പറഞ്ഞു. തെന്നല ബാലകൃഷ്ണപിള്ളയുടെ വേർപാട് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വലിയ നഷ്ടമാണെന്നും നിര്യാണത്തിൽ 2 ദിവസത്തെ ദുഃഖാചരണം നടത്തുമെന്നും കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ് അറിയിച്ചു. ഓരോ പൊതുപ്രവർത്തകനും മാതൃകയാക്കാൻ കഴിയുന്ന വ്യക്തിത്വം, ആദർശത്തിന്റെ വെണ്മയും വിശുദ്ധിയും അവസാനം വരെ കാത്തുസൂക്ഷിച്ച നേതാവായിരുന്നു ബാലകൃഷ്ണപിള്ള. ആരോടും പരിഭവവും പിണക്കവുമില്ലാതെ എല്ലാവരെയും സ്നേഹിച്ച പൊതുപ്രവർത്തകൻ. അധികാര പദവികൾ വഹിക്കുമ്പോഴും സൗമ്യതയായിരുന്നു അദ്ദേഹത്തിന്റെ മുഖമുദ്ര. തെന്നല ബാലകൃഷ്ണപിള്ള കെപിസിസി അധ്യക്ഷനായിരുന്ന 2001 കാലഘട്ടത്തിലാണ് UDF വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തിയത്. 2 തവണ കെപിസിസി അധ്യക്ഷ പദവിയിലെത്തിയ അദ്ദേഹം സംഘടനയുടെ കെട്ടുറപ്പിനായി പ്രവർത്തിച്ചു. കോൺഗ്രസിന്റെ അടിസ്ഥാന ഘടകങ്ങളിൽ പ്രവർത്തിച്ച് കെപിസിസിയുടെ അധ്യക്ഷ പദവി വരെ അലങ്കരിച്ച അദ്ദേഹം കൊല്ലം DCC അധ്യക്ഷൻ, രാജ്യസഭാംഗം, MLA തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചു. പ്രസ്ഥാനത്തിനു വേണ്ടി സമ്പാദ്യം മുഴുവൻ ചെലവാക്കിയപ്പോഴും അധികാരമോഹമോ സ്വാർത്ഥ താൽപര്യങ്ങളോ ഒന്നും കടന്നുവരാത്ത പൊതുജീവിതമാണ് അദ്ദേഹത്തിന്റേത്. തെന്നല ബാലകൃഷ്ണപിള്ളയുടെ വേർപാട് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വലിയ നഷ്ടമാണെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു. ബഹുമാന്യനായ മുൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ തെന്നല ബാലകൃഷ്ണപിള്ള സാറിന്റെ ദേഹവിയോഗം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വലിയ ദുഃഖവും തീരാ നഷ്ടവുമാണ് വരുത്തിയിട്ടുള്ളത്. കേരളത്തിലെ കോൺഗ്രസിന്റെ സൗമ്യ നേതൃത്വമായിരുന്നു ശാന്തതയുടെയും നന്മയുടെയും ലാളിത്യത്തിന്റെയും വിനയത്തിന്റെയും പര്യായമായിരുന്നു ശ്രീ തെന്നല സാർ. വിവിധ തലങ്ങളിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്, കൊല്ലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്, KPCC ജനറൽ സെക്രട്ടറി, KPCC പ്രസിഡന്റ് തുടങ്ങിയ ചുമതലകളിൽ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്തു. MLA, രാജ്യസഭാംഗം എന്ന നിലയിലും തെന്നല സാർ പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സേവനം എന്നും കേരളത്തിലെ കോൺഗ്രസ് നന്ദിയോടെ ഓർമ്മിക്കും. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കോൺഗ്രസിലെ പൊതു സ്വീകാര്യതയുള്ള നിർദ്ദേശങ്ങളായിരുന്നു. അദ്ദേഹത്തിൻ്റെ സൗമ്യഭാവം ഏവരെയും അദ്ദേഹത്തിലേക്ക് അടുപ്പിച്ചു. അദ്ദേഹം പ്രശ്നങ്ങളിൽ പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിച്ചു. അദ്ദേഹത്തിൻ്റെ ലാളിത്യവും വിനയവും നിസ്വാർത്ഥതയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്ക് പൊതുവിലും മാതൃക തന്നെയാണ്. തെന്നല ബാലകൃഷ്ണപിള്ളയുടെ നിര്യാണത്തെ തുടർന്ന് 2 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിക്കുന്നതായും അതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ പരിപാടികളും മാറ്റിവെച്ചതായും കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA അറിയിച്ചു. കെപിസിസി ആസ്ഥാനത്ത് ജൂൺ 7 ശനിയാഴ്ച രാവിലെ 10:30 തെന്നല ബാലകൃഷ്ണപിള്ളയുടെ ഭൗതികദേഹം പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് ശാന്തി കവാടത്തിലേക്ക് കൊണ്ടുപോകും. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.